പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് സ്കൈ ന്യൂസിലൂടെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കുറ്റസമ്മതം ലോകത്തെ ഞെട്ടിച്ചെങ്കിലും എനിക്കൊരു ഞെട്ടലും തോന്നിയില്ല. കാരണം പാകിസ്ഥാൻ കാലങ്ങളായി ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അതിന് പിന്തുണയും ആയുധ സഹായവും നൽകുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ പ്രതിലോമ ശക്തികളാണെന്നും എനിക്ക് ഇന്നല്ല പണ്ടേ ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി തങ്ങൾ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നുണ്ടെന്നും അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകത്തിനു വേണ്ടിയാണ് തങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്യുന്നതെന്നുമാണ് ഖോജ ആസിഫ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ അനുഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. We have been doing this dirty work for the United States for about 3 decades, and West, including Britain. 26 നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തെയും നിലപാടിനെയും കുറിച്ച് വാർത്താ അവതാരക യാൽഡ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സാർ, ഈ തീവ്രവാദ സംഘടനകളെ പിന്തുണക്കുന്നതിലും പരിശീലനം നൽകുന്നതിലും ധനസഹായം നൽകുന്നതിലും പാകിസ്ഥാന് ഒരു നീണ്ട ചരിത്രമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നു, അതെ, അതൊരു തെറ്റായിരുന്നു. ഞങ്ങൾ അതിന്റെ ദുരന്തവും അനുഭവിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇപ്പോൾ ഇത് ചോദിക്കുന്നത്. സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് സെപ്റ്റംബർ 11 ശേഷമുള്ള യുദ്ധത്തിലും ഞങ്ങൾ ചേർന്നിരുന്നില്ലെങ്കിൽ പാകിസ്ഥാന്റെ ട്രാക്ക് റെക്കോർഡ് കുറ്റമറ്റ ഒന്നാകുമായിരുന്നു എന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. നോക്കൂ, ഇതാണ് ചിത്രം. ഒരു നാടിന്റെ പ്രതിരോധ മന്ത്രി തന്നെ നാണം കെട്ട വിധത്തിൽ തങ്ങൾക്ക് ഭീകരപ്രവർത്തകരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. ഇതിനപ്പുറം ഒരു നാണക്കേട് വേറെയുണ്ടോ? പക്ഷേ അവരെ അതിന് പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും പാശ്ചാത്യ പ്രതിലോമ ശക്തികളാണെന്ന തുടർവാക്യം കൂടി നമ്മൾ ഓർമ്മിക്കുന്നത് നന്ന്. എന്നാൽ ആരും അതത്ര കാര്യമായി എടുക്കുന്നില്ല, അഥവാ അത്തരം യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കാൻ ആരും ധൈര്യം കാണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം. കാരണം താൽക്കാലിക നേട്ടങ്ങളിൽ മാത്രമാണ് എല്ലാവർക്കും കണ്ണുള്ളത്. അപ്പോൾ എറിഞ്ഞുകൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും നാവും നീട്ടി ഇരിക്കുന്നത്. പണ്ട് അമേരിക്ക വൻതോതിൽ സഹായം നൽകിയാണ് ഇറാഖിനെ കൊണ്ട് ഇറാനെ ആക്രമിച്ചത്. അതിനവർക്ക് തന്നെ തിരിച്ചടി കിട്ടി. അന്നും ഇന്നും എല്ലാ ഭീകരപ്രവർത്തകർക്കും ആളും അർത്ഥവും ആയുധവും നൽകി സഹായിക്കുന്നത് പാശ്ചാത്യ പ്രതിലോമ ശക്തികളാണ്. ലഷ്കർ-ഇ ജാംബി, സിപായി സഹാബ, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ വിവിധ പഞ്ചാബ് താലിബാൻ ഗ്രൂപ്പുകളെല്ലാം ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ്. എവിടെ നിന്ന് ഈ ആയുധങ്ങൾ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്നാണ് ഉത്തരം. പാശ്ചാത്യ ശക്തികൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഗെയിം, കളിയാണ് ഇത്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള പല മത സാമ്പത്തിക താല്പര്യങ്ങളും അതിലുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ ഇവ ഒന്നിച്ചു നിന്നാൽ അത് പാശ്ചാത്യ ലോബികൾക്കെതിരെയുള്ള ശക്തമായൊരു മുന്നേറ്റമാകും. അതോടെ ലോക വിപണിയിൽ $ഡോളറിന്റെ അപ്രമാദിത്വം അവസാനിക്കും. ഇതിന് തടയിടാൻ ഈ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 70കളിൽ പാശ്ചാത്യ പ്രതിലോമ ശക്തികൾ ഭീകര സംഘടനകൾക്ക് രൂപം നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ് ഇതിന്റെ സൂത്രധാരൻ. ട്രംപിനെ പോലെ നിക്സണും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു. എല്ലാ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരും ഗൂഢാലോചനക്കാരായിരുന്നു, അത് വേറെ കാര്യം. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് ആക്രമണങ്ങളെ ചെറുക്കുക എന്നതായിരുന്നു നിക്സൺ തന്റെ പ്രത്യക്ഷ ലക്ഷ്യമായി പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാന്റെ നിർലോഭമായ പിന്തുണ അതിന് ലഭിക്കുന്നതും. കാരണം അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ സഹായത്തോടെ പാകിസ്ഥാനും ആക്രമിച്ച് സോവിയറ്റ് യൂണിയൻ ചേർക്കുമോ എന്ന് അന്നത്തെ പാക് പ്രധാനമന്ത്രിയായിരുന്ന നൂറിൽ അമീൻ ഭയപ്പെട്ടിരുന്നു. ഈ ഭയം മുതലെടുത്താണ് പാകിസ്ഥാൻ ഭീകരപ്രവർത്തകരെ സഹായിക്കുന്നത്. സൂത്രശാലിയായ ഇന്ദിരാഗാന്ധി ഈ രഹസ്യ നീക്കം മണത്തറിഞ്ഞിരുന്നു. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനും ഭാവിയിൽ വിപത്തായി മാറുമെന്ന് അവർ അന്നേ കണക്കുകൂട്ടുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് ഖലിസ്ഥാൻ വാദം ഇന്ത്യയിൽ ഉടലെടുക്കുന്നത്. ഇതും ഒരു പാശ്ചാത്യ സൃഷ്ടിയാണ്.
ഇത് ഉടലെടുക്കുന്നത് പാശ്ചാത്യ നാടുകളിൽ നിന്നാണ്. പാക് ചാരസംഘടനയായ ISI ആണ് സിഖ് യുവാക്കൾക്ക് അന്ന് പരിശീലനം നൽകിയിരുന്നത്. അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അമേരിക്കൻ നിർമ്മിതമായിരുന്നു. ഇത് കണ്ടെത്തി ഇന്ദിരാഗാന്ധി അതിനെ ഉന്മൂലനം ചെയ്തപ്പോൾ ഇന്ത്യയിലേക്ക് തീവ്രവാദം കടത്തിവിടാൻ ഇന്ദിരാഗാന്ധി എന്നും ഒരു തടസ്സമായിരിക്കുമെന്ന് പാശ്ചാത്യ ശക്തികൾക്ക് ബോധ്യപ്പെട്ടു. ഇന്ത്യ ഇല്ലാതായാൽ മാത്രമേ ഇന്ത്യയിലേക്ക് തീവ്രവാദം ഒളിച്ചു കടത്താനാവൂ എന്നും അവർക്ക് അതോടെ ബോധ്യമായി. അങ്ങനെ ഈ പ്രതിലോമ ശക്തികളുടെ ഒത്താശയോടെ തയ്യാറാക്കിയ പദ്ധതിയിലൂടെയാണ് അവർ വീര രക്തസാക്ഷിയായി മാറുന്നത്. ഖലിസ്ഥാൻവാദികളെ സംരക്ഷിക്കുന്നതും അന്നും ഇന്നും അതിന് പിന്തുണ നൽകുന്നതും ഈ പാശ്ചാത്യ ശക്തികളാണ്. ശ്രീലങ്കയിൽ വാസ്തവത്തിൽ തമിഴ് വംശജരുടെ പ്രശ്നമുണ്ടാക്കിയത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളാണ്. കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ അമേരിക്കൻ സൈന്യം എത്തുമെന്ന് മണത്തറിഞ്ഞാണ് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവിടെ തിരക്കിട്ട് സൈനിക സഹായം എത്തിക്കുന്നത്. പാശ്ചാത്യ ശക്തികളുടെ അതിലെ നിരാശയാണ് വാസ്തവത്തിൽ രാജീവ് ഗാന്ധിയുടെ വധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. TD രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായി എന്ന മനോഹരമായ നോവലിൽ പാശ്ചാത്യ ശക്തികളുടെ ഈ രഹസ്യമായ കള്ളക്കളികൾ പരോക്ഷമായി പ്രതിപാദിക്കുന്നുണ്ട്. അന്ന് ഈ തീവ്രവാദികളെല്ലാം വാഷിംഗ്ടണിൽ പോകുമായിരുന്നു. തങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. അവിടെ നല്ല സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. നേതാക്കളോടൊപ്പം അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു എന്നുകൂടി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തു പറ്റി എന്നതാണ് പ്രസക്തമായ ചോദ്യം. അത് അനിവാര്യമായ ദുരന്തം എന്നേ ഞാൻ പറയൂ. പാശ്ചാത്യ പ്രതിലോമ ശക്തികളെ ആരെല്ലാം കൂട്ടുപിടിച്ചോ അവരെ എല്ലാം ആവശ്യം പോലെ ഉപയോഗിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ ചവച്ചു തുപ്പുകയും ചെയ്യും. അത് ചരിത്രമാണ്. പണ്ട് സെർബിയയായിരുന്നു ഇങ്ങനെ ചവച്ചെറിയപ്പെട്ട ഒരു രാജ്യം. പിന്നീട് ഇറാഖിൽ നമ്മളത് കണ്ടു, മറ്റു പലയിടത്തും കണ്ടു. അവർക്ക് അവരുടെ ഓരോ അവസരങ്ങളുടെ താല്പര്യങ്ങളാണ് ഉള്ളത്. അതിനുള്ള കളിപ്പാവകളാണ് തീവ്രവാദി സംഘടനകളെല്ലാം. ഇവരെല്ലാം പാശ്ചാത്യ ശക്തികളുടെ അർത്ഥവും ആയുധങ്ങളും പ്രയോജനപ്പെടുത്തുന്നവരാണ്. അഫ്ഗാൻ താലിബാന്റെയും പാകിസ്ഥാനിലെ ഹക്കാനി ശാഖയുടെയും എല്ലാം സുരക്ഷിത താവളങ്ങൾക്ക് പിന്നിലെ വൻ ധനസഹായം എവിടെ നിന്ന് വന്നു എന്നറിയണം. അവർക്ക് ആയുധങ്ങൾ ആരാണ് നൽകുന്നത് എന്നറിയണം. അതിനെല്ലാം പാകിസ്ഥാൻ ആയിരുന്നു ഒരു ഇടനിലക്കാരൻ. പക്ഷേ ഇപ്പോൾ അവർ പാകിസ്ഥാനെ കൈപിടിഞ്ഞിരിക്കുന്നു. അതിന് പകരം ഈ മേഖലയിലെ തന്നെ മറ്റ് രാജ്യങ്ങളെയാണ് ഇപ്പോൾ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാനുള്ള സൈനിക സഹായം നിർത്തലാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം വരുന്നത്. പാശ്ചാത്യ പ്രതിലോമ ശക്തികളുമായി കൂട്ടുകൂടുന്ന രാജ്യങ്ങൾ പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുന്നത് നന്ന്. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. അതിനപ്പുറം ഒന്നുമില്ല. കുട്ടനും മുട്ടനും എന്ന കഥ ഇവിടെ പ്രസക്തമാണ്. ഈ കഥയിൽ കുട്ടൻ മുട്ടൻ എന്നീ രണ്ട് ആടുകളെ തമ്മിലടിപ്പിച്ച് അവയുടെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ചെന്നായുണ്ടല്ലോ, അതൊരു പ്രതീകമാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ സാത്താൻ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നുണ്ട്. അതെ, ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ചുറ്റി നടക്കുകയാണ് പാശ്ചാത്യ പ്രതിലോമ ശക്തികൾ. അവർക്ക് വശബദ്ധരാകുന്നവർക്ക് സർവനാശമെന്നേ ഇപ്പോൾ പറയാനാവൂ. ഇപ്പോൾ പാകിസ്ഥാൻ അതിന്റെ ഇര തന്നെയാണ്. അനുഭവിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത് പാകിസ്ഥാനാണ്. നാളെ ആര് എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം കണ്ടറിയാം.